പിന്നെ അപ്പാനിയായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു 3 ദിവസം മുമ്പാണ് അക്ബർ അപ്പാനി കൂട്ടുകെട്ടിലേക്ക് ഞാൻ പോകുന്നത്. അവരുടെ അങ്ങനെ കമ്പനി ആയിട്ടുള്ള അവർ മിണ്ടും, എല്ലാവർക്കും സംസാരിക്കും. എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ വേണ്ടി അവിടെ അങ്ങനെ ആരും. ബിഗ് ബോസിന്റെ കാര്യമാണ്. ബിഗ് ബോസ് RJ ബിൻസി അപ്പാനി ഇഷ്യൂ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. RJ ബിൻസി അപ്പാനി ഇഷ്യൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ ആരുടെ കൂടെയാണ്? ഞാൻ പറയും, ഈ വീഡിയോ ഇപ്പോൾ ഒരുപാട് പ്രചരിച്ച് നടക്കുന്നുണ്ട്. എല്ലാ യൂട്യൂബേഴ്സും ഈ വീഡിയോ എടുത്തിട്ട് അപ്പാനി എവിടെയോ ഏതോ റിസപ്ഷനിലാണ്, ഏതോ ഹോട്ടലിൽ എവിടെയോ റിസപ്ഷനിൽ വെച്ചിട്ട്, ആ വീഡിയോ ഞാനിവിടെ വെക്കുന്നില്ല, എൻ്റെ കിട്ടിയിട്ടുണ്ട്, വെക്കുന്നില്ല. ആ റിസപ്ഷനിൽ വെച്ചിട്ട് ബിൻസിയുടെ RJ ബിൻസിയുടെ ബിഗ് ബോസിലുള്ള RJ ബിൻസിയുടെ ഇടുപ്പിൽ തൊടുന്നതായിട്ടൊരു വീഡിയോ. ഇതാരോ ഒരു ഒളി ക്യാമറ വെച്ചിട്ടോ ആരോ അവിടെ നിന്ന് ലോങ് എന്നൊരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതെന്ത് നാറിത്തരമാണ് നിങ്ങൾ ചെയ്തതെന്നാണ്. കാരണം ഇത് RJ ബിൻസി ഒരുപാട് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് നമ്മൾ ആ കണ്ടൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്യുന്നത് കാണുന്നുണ്ട്. ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കാണുന്നുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് കാണാം. അപ്പാനിയുടെ ബിഗ് ബോസിനെ കുറിച്ച് പുറത്തുള്ള ഇൻ്റർവ്യൂ അതൊക്കെ നമുക്ക് ഇട്ട് തരികയാണ്. അതായത് അവർ നമ്മളെ റിയാക്ഷൻ വീഡിയോ ചെയ്യാനും നമ്മളെപ്പോലുള്ളവർ കാണാനും എല്ലാം ചെയ്യുന്ന വീഡിയോകളാണ് അതെല്ലാം. ബിഗ് ബോസിലുള്ള സംഭവങ്ങളാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂസ് കൊടുക്കുന്ന അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാനാണെങ്കിലും അതൊക്കെ നമുക്ക് അവർ തരുന്നതാണ്. നിങ്ങളിപ്പോൾ ചെയ്തോളൂ, അല്ലെങ്കിൽ അവർ നമുക്ക് കേൾക്കാൻ വേണ്ടി ചെയ്യണം. നമുക്ക് ഇതിന് റിയാക്ഷൻ ചെയ്യാനല്ല, പക്ഷെ നമ്മൾക്ക് കേൾക്കാനും നമ്മളെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കുകയാണ്. അവർക്ക് റീച്ച് കിട്ടാനും എല്ലാത്തിനും വേണ്ടി ചെയ്യുകയാണ്. ബിഗ് ബോസിൽ പോയത് പൈസയ്ക്കും റീച്ചിന് വേണ്ടിയിട്ട്, ഫെയിമിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് പോലെയാണോ ഒരാളുടെ സ്വകാര്യതയിൽ അവർ തമ്മിൽ 2 3 പേര് അവിടെ ഉണ്ട്. അപ്പോൾ അവർ പോകുന്ന സമയത്ത് അപ്പാനി ഒന്ന് ഇടുപ്പിൽ കൈവച്ചു. അത് അവർക്ക് ഇടുപ്പിൽ കൈവച്ചത് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ ഒന്നും നമ്മളറിയേണ്ട ആവശ്യമില്ല, ഉണ്ടോ? ഇത് എല്ലാവരും കിടന്ന് റിയാക്ഷൻ വീഡിയോ, ഒരാൾ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിച്ചത് പോട്ടെ, അതിൽ എത്ര ജെന്യൂനിറ്റി ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? അത് സത്യമാണോ, എഡിറ്റ് ചെയ്തതാണോ? ഇന്നത്തെ കാലത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ കൂടിയല്ല അല്ലേ? അപ്പോൾ ഇത് എഡിറ്റ് ചെയ്തതാണോ വേറെ എന്തെങ്കിലും ചെയ്തതാണോ ഒന്നും അറിയാതെ ഈ നാറിത്തരം ചെറ്റത്തരം തെണ്ടിത്തരം കാണിക്കുന്ന യൂട്യൂബേഴ്സ് പരമ ചെറ്റത്തരമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ യൂട്യൂബേഴ്സും. നിങ്ങൾ നാഴിക 40 വട്ടം ചോദിക്കുന്നുണ്ട് എല്ലാവരോടും കുടുംബമില്ലേ എന്ന്. അപ്പോൾ ഈ പറയുന്ന 2 പേർക്ക് കുടുംബമില്ലേ? നിങ്ങളിങ്ങനെ ചെയ്തിട്ട് അവരുടെ കുടുംബത്തിന് ബാധിക്കില്ലെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അതായത് ഇതൊരു തെറ്റായ പ്രചരണമാണ് അല്ലെങ്കിൽ ശരിയായ പ്രചരണമാണ് എന്നായാലും എന്ത് പ്രചരണമായാലും അവർക്ക് അവരുടെ മാത്രം ഉള്ള സ്വകാര്യതയിൽ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് വീഡിയോ ഒരാൾ അപ്ലോഡ് ചെയ്തത് കൂട്ടാതെ അതിൽ കണ്ടാൽ പോലും ബിൻസിയ ആമിന അപ്പാനിയാണെന്ന് അറിയില്ല. അതിനെ ഇവർ 2 പേരും ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ യൂട്യൂബേഴ്സും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് കുടുംബവും കുട്ടിയൊന്നും ഇല്ലേ? നിങ്ങൾക്കുള്ള കുടുംബമല്ല. നിങ്ങൾ അവരുടെ ഇങ്ങനത്തെ വെച്ചിട്ട് കുടുംബം അവരുടെ ഫാമിലിനെ നശിപ്പിച്ചിട്ട് വേണം നിങ്ങൾക്ക് വീട്ടിലേക്ക് അരി മേടിക്കാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചെറ്റത്തരമല്ലേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അവരല്ലാതെ ഇപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നില്ലേ, ഇങ്ങനെ ടോക്ക് ചെയ്യുന്നില്ല ഉണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്, റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട്, അത് അവർ കൊടുക്കുന്ന ഇൻ്റർവ്യൂസ്. അവർ മറ്റുള്ളവരെ അനുമോളെ കുറ്റം പറഞ്ഞ് അനീഷിനെ കുറ്റം പറയുക, എല്ലാ അനുമോള് പിന്നെ അതിന് അനുമോളെ അർഹയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനൊക്കെ നമ്മൾ ബിഗ് ബോസ് കണ്ടിട്ട് അതിൻ്റെ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളുണ്ട് ഇഷ്ടം പോലെ. ആ ചെയ്യുന്നത് പോലെയാണോ ഇത് ചെയ്യുന്നത്? നിങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അല്ലേ? നിങ്ങൾക്ക് ബോധമില്ലേ? നിങ്ങളിതിൽ നിന്ന് എന്താണ് പിന്നെ അതിനെ ഇതാക്കാൻ നോക്കുന്നത്? ഇപ്പോൾ അനുമോള് പറഞ്ഞതാണ് ശരി, ഇവരെങ്ങനെയാണ്, ഇവർ തെറ്റായി നടക്കുന്നവരാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ? അതാ ചോദ്യം. നിങ്ങൾക്കെന്താ? അപ്പോൾ അവർ കംപ്ലൈൻറ്റിന് അവരുടെ കുടുംബമോ കംപ്ലൈൻറ്റിന് വരാത്തടത്തോളം കാലം നിങ്ങൾക്കെന്താ? അതൊരു പബ്ലിക്കായിട്ട് കംപ്ലൈൻറ്റ് വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ റിയാക്ഷൻ ചെയ്തു. അതിൽ തെറ്റായി അങ്ങനെയാണെങ്കിൽ ആർക്കും ആരുടെ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ അതൊന്നും ചിന്തിക്കുന്നില്ല. ആർക്കും ആരുടെ കൂടെ നടക്കാൻ പറ്റില്ല, ആരുടെ കൂടെ സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ കാരണങ്ങൾ പറയാൻ ബിൻസി തന്നെ കാരണമില്ലെന്ന് പറയുന്നില്ല. കാരണം സകല ഇൻ്റർവ്യൂവിലും കാരണം ഈ കാര്യം മറന്നിരിക്കുകയായിരുന്നു. കാരണം അപ്പാനിയുടെയും ബിൻസിയുടെയും ബിഗ് ബോസിലുള്ള അകത്തുള്ള ഇഷ്യൂ മറന്നിരിക്കുകയായിരുന്നു എല്ലാവരും.
അപ്പോഴാണ് റീ എൻട്രിയിൽ പോയിട്ട് ഇവർ ഓർമ്മിപ്പിച്ചത്. അത് വളരെ ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവർ ലവ് കോംബോ പിടിക്കുമെന്നും തോന്നി. ഇവരുടെ ചേഷ്ടകൾ കാണുമ്പോൾ ക്ലീവേജ് കാണിച്ചിട്ട് ഇരിക്കലും കൈ പിടിക്കലും അത് ഉമ്മ കൊടുക്കലൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് അടിച്ചു, മോശമാണെന്ന് തോന്നി, അപ്പാനിക്കൊരു കുടുംബം ഉണ്ടെന്ന് തോന്നി എന്നൊക്കെ അവിടെ സംസാരം ആയി. 2 ആഴ്ച കൊണ്ട് ഇവർ പോയ ശേഷം ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതെല്ലാം മറന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച ആകുമ്പോഴേക്കും പോയ ആളാണല്ലോ. അതുകൊണ്ട് ലാസ്റ്റ് 90 ദിവസം ആകുമ്പോഴേക്കും എല്ലാവരും മറന്നു ഈ കാര്യങ്ങൾ. അതിനെ ഓർമ്മപ്പെടുത്തിയ ബിൻസി, RJ ബിൻസി അകത്ത് പോയിട്ട് ബിൻസി തന്നെയാണ് ഈ കാര്യം പറഞ്ഞ് അനുമോളോട് വഴക്കിട്ടതും കരയിപ്പിച്ചതും. അങ്ങനെയാണ് വീണ്ടും അനുമോൾക്ക് റീച്ച് കിട്ടി. അനുമോൾ വീണ്ടും അവസാനം കപ്പ് പൊടിച്ച് പുറത്ത് വന്നത് ബിൻസിയും കാരണം. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ച് കഴിഞ്ഞ കാര്യത്തിന് അത് അവസാനിച്ചു. അത് കഴിഞ്ഞ് ബിൻസി പുറത്ത് ഇൻ്റർവ്യൂവിലും ചാച്ചൻ്റെ ഓട്ടോയും അപ്പാനിയുടെ കാര്യവും അനുമോളുടെ കാര്യം മാത്രമേ ബിൻസിക്ക് പറയാനുള്ളായിരുന്നു. ആ കാര്യം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇവരുടെ പിന്നാലെ ആളുകൾ നടന്നത്. പക്ഷേ ഇവരുടെ പിന്നാലെ നടന്നില്ല എന്നല്ല, ഒരാൾ നടന്ന് അവ ആ വീഡിയോ എടുത്തു. ആ വീഡിയോ എടുത്ത് അവ അപ്ലോഡ് ചെയ്തു. ഏതോ ഒരു നാറി അപ്ലോഡ് ചെയ്തു. ആ നാറിൻ്റെ വീഡിയോ എല്ലാവരും എടുത്തിട്ട് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ദാരിദ്ര്യം പിടിച്ച കണ്ടൻറ്റ് ഇഷ്ടംപോലെ പിന്നെ യൂട്യൂബ് തുറന്ന കണ്ടൻറ്റുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടത് വളരെ മോശം, വളരെ ചെറ്റത്തരം, തെണ്ടിത്തരമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് എൻ്റെ പക്ഷം. ബാക്കി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അരി മേടിക്കണമല്ലോ. അങ്ങനെ മേടിച്ചിട്ട് ഒരു കുടുംബത്തിനെ നശിപ്പിച്ചിട്ട് നിങ്ങൾ അരി മേടിക്കുന്നത് ഒന്നാന്തരം ചെറ്റത്തരം എന്നാ പറയാൻ പറ്റുള്ളൂ. ഒന്നാന്തരം ചെറ്റത്തരമാണ്. അവരുടെ സ്വകാര്യതയിൽ അവർ തമ്മിൽ ഇത് പൊതുസമൂഹത്തിൽ വന്നിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വന്നിട്ട് കാണിച്ചു കൂട്ടിയതോ അല്ലെങ്കിൽ വേറൊന്നും അല്ല, ഒരു കല്യാണ ഫംഗ്ഷനിലോ ഒന്നും അല്ല. അവരെവിടെയോ പോവുക എന്തോ ചെയ്യുകയാണ്. അത് കാര്യം ഡീറ്റെയിൽസ് അറിയില്ല. ആ വീഡിയോ ഞാൻ പിന്നെ വ്യക്തമായിട്ട് കണ്ടു. പക്ഷെ അതിന് ചികഞ്ഞ് നോക്കാൻ ശ്രമിച്ചിട്ടില്ല. അതിലൊന്നുമില്ല. ഒരു വീഡിയോ നിൽക്കുന്നുണ്ട്, 3 പേര് നിൽക്കുന്നുണ്ട്. എന്തോ ആയപ്പോൾ അപ്പാനി ബിൻസിയുടെ ഇടുപ്പിൽ കൈവയ്ക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിന് ഇപ്പം കണ്ടില്ലടാ, അനുമോള് പറഞ്ഞത് ശരിയല്ലേ, അനുമോള് പറഞ്ഞത് അന്ന് ശരിയല്ലേ. നിങ്ങൾ ആരോട് അനുമോളിനോട് പറഞ്ഞു കൊടുക്കുകയാണോ ഞങ്ങൾ അനുമോളുടെ ഭാഗമാണെന്ന്? ഇങ്ങനെ അന്തം ഫാൻസ് ആവല്ലേ. അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് അവിടെ സ്ഥാപിക്കാൻ നോക്കുന്നത്? ഇങ്ങനെ അനുമോൾ പറഞ്ഞത് ശരിയാണെന്ന്. ഇനി ശരിയായില്ലെങ്കിൽ അനുമോൾ കപ്പ് പൊടിച്ചു, അനുമോൾ വീട്ടിൽ പോയി. അങ്ങനെയാണെങ്കിൽ ആർക്കും ആരുടെ കൂടി നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ പറഞ്ഞതിനെയൊക്കെ തിരിച്ചിങ്ങനെ പറഞ്ഞാലോ. ഇപ്പോൾ അനുമോൾ അക്ബറിനെ അന്നങ്ങനെ പറഞ്ഞു. അതിന് ഷിയാസ് കരീമും അനുമോളും കൂടി ഒരു ഇനാഗ്രേഷന് പോയപ്പോൾ ഷിയാസ് കരീം അനുമോളുടെ പുറകിൽ നിന്നിട്ട് ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ എന്താണെന്ന് അത് 1-2 പേര് അത്യാവശ്യം ചെയ്തു, അതിനെ അങ്ങനെ ക്ലോസ് ചെയ്തെന്നുള്ളൂ. അത് വലിയ കോമഡി ആയിട്ട് മാത്രം അല്ലെങ്കിൽ കളിയാക്കിയിട്ടുള്ള വീഡിയോ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇത് ആളുകൾ സീരിയസ് ആയിട്ട് ഇറങ്ങിയിരിക്കുക, വളരെ സീരിയസ് ആയിട്ട്. ഇതൊരു തെറ്റാണ്, ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇവരിനെ ഭയങ്കര അവിഹിതമാക്കി. ഇനിയിപ്പോൾ ഇവരിനെ 2 പേരും കൂടി കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതാണ് തോന്നുന്നത്. ഈ എല്ലാ സോഷ്യൽ മീഡിയയിലെ ഈ റിവ്യൂ പറയുന്ന ആളുകൾ എല്ലാവരും കൂടിയിട്ട് ബിഗ് ബോസ് റിവ്യൂ പറയുന്ന ബിഗ് ബോസ് റിവ്യൂ മാത്രമല്ല അല്ലാതെ പറയുന്ന വ്ളോഗേഴ്സ് കുറേ ഉണ്ടല്ലോ. അവരെല്ലാവരും കൂടിയിട്ട് ഇനി ഇവരിനെ 2 പേരിനെയും കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമെന്തോ ആ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരിനെ അങ്ങനെ പക്ക അവിഹിതമുള്ള ആളുകളാക്കി മാറ്റി. ആ സീനിൽ ആ വീഡിയോയിൽ അങ്ങനെ ഇവൻ്റെ ഫേസേ ശരിക്കും അറിയാൻ പറ്റുന്നില്ല. പിന്നെ ഇനി ഫേസ് അറിഞ്ഞാൽ തന്നെ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ നിങ്ങളിങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് ആ കുടുംബം നശിക്കുകയാണെന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് വീഡിയോ ഇട്ടാൽ കൊള്ളാം കേട്ടോ, പരനാറികളെ.